ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സുഹൃത്തുക്കളെ, നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ RBI ഇന്ത്യയിലെ പ്ലാസ്റ്റിക് കറൻസീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. ഇപ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു രൂപരേഖ അല്ലെങ്കിൽ ഒരു കൃത്യത നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. RBIയുടെ ഗവർണറായിട്ടുള്ള സഞ്ജയ് മൽഹോത്ര തന്നെ ഒരു പ്രസ് മീറ്റിങ്ങിൽ പറഞ്ഞിരിക്കുന്നത് ഏകദേശം അടുത്ത സാമ്പത്തിക വർഷത്തോടുകൂടി ഇന്ത്യ ഒരു ടെസ്റ്റ് ഡോസായിട്ട് പ്ലാസ്റ്റിക് കറൻസീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ് എന്നുള്ള വാർത്തയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അടുത്ത വർഷം എന്ന് പറയുമ്പോൾ അടുത്ത സാമ്പത്തിക വർഷം, ഏപ്രിൽ മുതൽ തുടങ്ങുന്ന സാമ്പത്തിക വർഷത്തിൽ RBI പറഞ്ഞ ഒരു പദ്ധതിയുമായിട്ട് മുന്നോട്ട് വരുന്ന അല്ലെങ്കിൽ അത് പ്രാവർത്തികമാക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്ത്യയിലെ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ പോളിമർ നോട്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ്. ആദ്യമായിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് നമ്മുടെ രാജ്യത്ത്. അപ്പോൾ അതൊരു എക്സ്പെരിമെൻ്റൽ ബേസിലാണ്. അത് സക്സസ്ഫുൾ ആകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സക്സസ് ആയിരിക്കും ഇത് വിഡ്രോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അങ്ങനെയല്ല. കാരണം അത് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഭാവിയിൽ അത് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ നമുക്കറിയാം. ഏതൊരു കാര്യവും തുടങ്ങിക്കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും വിജയിക്കണമെന്നില്ല. അതിനകത്തിൽ പിന്നെ അത് ട്രയൽ ആൻഡ് എറർ ബേസിലൊക്കെ തന്നെ അതിനകത്തിൽ മാറ്റങ്ങൾ വരുത്തി മെച്ചപ്പെട്ട രീതിയിൽ അതിനെ സിസ്റ്റത്തെ മെച്ചപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ആയിരിക്കും നമ്മുടെ റിസർവ് ബാങ്ക് ചെയ്യാൻ പോകുന്നത്. അത് ഒരു പോളിസി പ്രസ് കോൺഫറൻസിലാണ് അദ്ദേഹം അറിയിപ്പിച്ചത്. പൈലറ്റ് സ്റ്റേജാണ്, നമുക്കൊരു എക്സ്പെരിമെൻ്റൽ സ്റ്റേജാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അത് പിന്നീട് അതിന് ശേഷം തൽക്കാലം അവർ തുടങ്ങുന്നത് 10 20 നോട്ടുകളുടെ കാര്യത്തിലായിരിക്കും. പിന്നീട് അതിനെ എക്സ്പാൻഡ് ചെയ്യും മറ്റ് മേഖലകളിലേക്ക് അല്ലെങ്കിൽ മറ്റ് നോട്ടുകളിലേക്ക് അത് എക്സ്പാൻഡ് ചെയ്യും. ലോകത്ത് പല രാജ്യങ്ങളും ഇപ്പോൾ വളരെ സക്സസ്ഫുള്ളായിട്ട് വർഷങ്ങളായിട്ട് അതിൽ ഈ പോളിമർ നോട്ട്സ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കറൻസീസ് അവർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ നമ്മളെ പ്രശ്നം നമുക്കറിയാം, കറൻസികൾ പ്രിൻ്റ് ചെയ്യുന്നതിൻ്റെ കോസ്റ്റുകൾ, അതായത് ഈ ചീത്തയാകുമ്പോൾ ഇതിനെല്ലാം തീർച്ചയായിട്ടും റീപ്ലേസ് ചെയ്യുക എന്നൊക്കെയുള്ള വലിയ കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു അഫെയറാണ്. അപ്പോൾ അതിനെയൊക്കെ നമുക്ക് മറികടക്കാൻ വേണ്ടി തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തെല്ലാം വളരെ സ്ലോയിലാണ് നടക്കുന്നത്. വളരെ എല്ലാം ഡിലേ ചെയ്താണ്. എല്ലാം നമ്മൾ ഈ വെയിറ്റ് ആൻഡ് സീ ഗെയിമാണ്. അതിപ്പോൾ ഏത് കാര്യത്തിലായാലും ശരി. അങ്ങനെ നമ്മുടെ രാജ്യത്തിന് വലിയൊരു പ്രശ്നം നമ്മൾ നേരിടുന്നത് കൊണ്ട് നമ്മൾ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യമാകുന്നതിൽ നമുക്കൊത്തിരി കാലതാമസം നേരിടുന്നു. അതിപ്പോൾ ഇവിടെ മാത്രമല്ല, നമ്മൾ സൈനികപരമായിട്ടുള്ള ഡിഫൻസ്, നമ്മുടെ ആയുധങ്ങളുടെ കാര്യത്തിലൊക്കെ തന്നെ നമ്മൾ പല പ്രാവശ്യം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. സമ്പദ് മേഖലയുടെ അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥയിൽ പല മേഖലകളിലും നമുക്ക് റിഫോംസ് കൊണ്ടുവരാനും പരിഷ്കാരങ്ങൾ കൊണ്ടുവരാനും ഒക്കെ തന്നെ നമ്മളെപ്പോഴും വളരെ പുറകിലാണ്. നമ്മൾ ചെയ്യുന്നുണ്ട്, പക്ഷേ നമ്മൾ വളരെ പുറകിലാണ്. അപ്പോഴത്തേക്ക് മറ്റു പല രാജ്യങ്ങളും വളരെ അഡ്വാൻസ്ഡായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞു എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ പ്ലാസ്റ്റിക് നോട്ടിൻ്റെ കറൻസിയുടെ കാര്യത്തിലും ഇതൊക്കെ നമ്മൾ ഒരു ദശാബ്ദത്തിന് മുമ്പേ നമ്മൾ ചെയ്യേണ്ടതായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ നമ്മുടെ ഗവൺമെൻറ് ഓതറൈസ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 2 ബില്യൺ എണ്ണമാണ്. 2 ബില്യൺ പോളിമർ ബാങ്ക് നോട്ട്സ്, അതായത് 10 രൂപയുടെ 1 ബില്യനും 20 രൂപയുടെ 10ൻ്റെയോ 20ൻ്റെയോ ഡിനോമിനേഷനിലാണ് ആദ്യം ഇത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 10 രൂപയുടെ 1 ബില്യൺ എണ്ണവും 20 രൂപയുടെ 1 ബില്യൺ നോട്ടുമായിരിക്കും ആദ്യം ഈ ഫീൽഡ് ട്രയലിന് വേണ്ടി അല്ലെങ്കിൽ പൈലറ്റ് പ്രോഗ്രാമായിട്ട് ടെസ്റ്റിങ്ങിന് വേണ്ടി അവരിപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പേപ്പർ കറൻസി പൂർണ്ണമായിട്ടും അവർ മാറ്റാൻ ഉദ്ദേശിച്ചിട്ടില്ല. പേപ്പർ കറൻസി ഉള്ളതുപോലെ തന്നെ ഇപ്പോൾ മുന്നോട്ട് തുടർന്നുകൊണ്ട് പോകും. ഭാവിയിൽ ഒരുപക്ഷേ ഇത് സക്സസ്ഫുള്ളായിട്ട് സ്റ്റേജ് ബൈ സ്റ്റേജായിട്ട് ഇതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരുപക്ഷേ പേപ്പർ കറൻസിയിൽ ഒരുപക്ഷേ റിഡക്ഷൻ അല്ലെങ്കിൽ പേപ്പർ കറൻസിയെ ഗ്രാജുവലായിട്ട് ഫേസ് ഔട്ട് ചെയ്യാനുള്ള സാധ്യത നമുക്ക് പിന്നീട് മാത്രമേ കാണാൻ സാധിക്കത്തുള്ളൂ. തൽക്കാലം ഈ പ്ലാസ്റ്റിക് കറൻസി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നും പറഞ്ഞ് പേപ്പർ കറൻസിക്കകത്തിൽ 10 രൂപയുടെ 20 രൂപയുടെ ഒന്നും തന്നെ പേപ്പർ കറൻസിക്കകത്തിൽ നിലവിലുള്ള പേപ്പർ കറൻസിനെ ഡിമോണിറ്റൈസ് ചെയ്യാനോ അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യാനോ അവർ പ്ലാൻ ചെയ്തിട്ടില്ല. അപ്പോൾ പോളിമർ കറൻസിയും പേപ്പർ കറൻസിയും ഒരുമിച്ച് തന്നെ നമ്മുടെ ലീഗൽ ടെൻഡറായിട്ട് ഇക്കോണമിയിൽ അല്ലെങ്കിൽ മാർക്കറ്റിൽ ഉണ്ടാകും എന്നുള്ളതാണ് അവർ പറയുന്നത്, റിസർവ് ബാങ്ക് പറയുന്നത്. അപ്പോൾ ഇത് അടുത്ത ഫിനാൻഷ്യൽ ഇയറിൻ്റെ തുടക്കത്തോടുകൂടിയായിരിക്കും ഇത് ബാങ്ക് RBI ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് എന്നാണ് ഈ പ്രസ് കോൺഫറൻസിൽ RBIയുടെ ഗവർണർ പറയുന്നത്. അപ്പോൾ അതൊരു ഒഫീഷ്യലായിട്ടുള്ള ഡിക്ലറേഷനാണ് തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് അതിനെ ക്രെഡിബിളായിട്ടുള്ളൊരു ഇൻഫോ അല്ലെങ്കിൽ ക്രെഡിബിളായിട്ടുള്ള ന്യൂസായിട്ട് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഇന്ത്യക്ക് 2 പർപ്പസ് ഉണ്ട് അല്ലെങ്കിൽ 2 ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മളത് ഈ പോളിമർ കറൻസി അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കറൻസി ഇപ്പോൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡ്യൂറബിലിറ്റിയാണ്. മറ്റ് പേപ്പർ കറൻസിയെക്കാളിലും ഡ്യൂറബിളാണ്. നമുക്കറിയാം പേപ്പർ കറൻസി വളരെ പെട്ടെന്ന് തന്നെ ചീത്തയാകും, ഇല്ലേ, അതിന് ഡാമേജ് സംഭവിക്കും. അപ്പം പേപ്പർ കറൻസിക്ക്
പറ്റുന്ന ഡാമേജ് പോലെ പ്ലാസ്റ്റിക് കറൻസിക്ക് അല്ലെങ്കിൽ പോളിമർ കറൻസിക്ക് ഉണ്ടാകത്തില്ല. അപ്പോൾ അതിൻ്റെ ഡ്യൂറബിലിറ്റി കൂടുതലാണ്. അപ്പോൾ പേപ്പർ കറൻസി നമ്മളൊരിക്കൽ പ്രിൻറ്റ് ചെയ്ത് സർക്കുലേറ്റ് ചെയ്ത് വളരെ പെട്ടെന്ന് തന്നെ ഡാമേജ് ആകുന്നുണ്ട്. വീണ്ടും അതിനെ നമുക്ക് പ്രിൻറ്റ് ചെയ്യുകയും പ്രിൻറ്റിങ് കോസ്റ്റുകളൊക്കെ തന്നെ ഇന്ത്യക്ക് ഒത്തിരി അഫോർഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ പ്ലാസ്റ്റിക് കറൻസി തുടക്കത്തിൽ നമുക്ക് അല്പം കോസ്റ്റ് ഉണ്ടാവുമെങ്കിൽ തന്നെയും, പക്ഷേ അതിൻ്റെ ഡ്യൂറബിലിറ്റി കൂടുതലായതുകൊണ്ട് ഈ കറൻസിയുടെ പ്രിൻറ്റിങ്ങിൻ്റെ സൈക്കിൾ അല്ലെങ്കിൽ ആ ഒരു കറൻസി പ്രിൻറ്റിങ് സൈക്കിൾ വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കോസ്റ്റ് പിന്നീട് നമുക്ക് കുറയ്ക്കുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അത് ഡ്യൂറബിലിറ്റി ഒരു വിഷയമായതുകൊണ്ടാണ്. അതുപോലെ തന്നെ ലോവർ ഡിനോമിനേഷൻ നോട്ട്സിനാണ് വെലോസിറ്റി എപ്പോഴും കൂടുതലാണല്ലോ. കാരണം ചെറിയ കറൻസികൾ എപ്പോഴും കൂടുതൽ കറങ്ങുന്നതുകൊണ്ട് അത് അതിൻ്റെ ലൈഫ് സ്പാനും വളരെ കുറവായിരിക്കും. കാരണം നമുക്കൊരു കാര്യം സ്ഥിരമായി ഉപയോഗിക്കുന്നുണ്ട്, അതിൻ്റെ വെയർ ആൻഡ് ടിയർ ഇല്ലേ പെട്ടെന്ന് തന്നെ അത് ഡാമേജ് ആകാനുള്ള സാധ്യത ഉണ്ടാകും. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പൊതുവേ ഇപ്പം 500-ൻ്റെ നോട്ടുകളൊക്കെ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. 200-ൻ്റെയും 100-ൻ്റെയൊക്കെ ഉണ്ട്. പൊതുവേ നമ്മൾ 200-ൻ്റെ കറൻസിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ ഫ്രഷ് ആയിരിക്കും എപ്പോഴാണ് നല്ലത്. കാരണം 200-ൻ്റെ കറൻസി നമുക്കങ്ങനെ റയറായിട്ട് കാണാൻ സാധിക്കത്തുള്ളൂ. കൂടുതലായിട്ട് നമ്മൾ 500-ൻ്റെ കറൻസിയാണ് ഒരുമാതിരിപ്പെട്ട എല്ലാവരുടെയും കൈകളിൽ എപ്പോഴും ഉള്ളത് 500-ൻ്റെ കറൻസിയാണ്. അപ്പം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ലോവർ ഡിനോമിനേഷനുള്ള ഇപ്പോൾ 10,000 20,000 ഒക്കെ തന്നെ നമ്മൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ എപ്പോഴും അഴുക്ക് പിടിച്ചതും അല്ലെങ്കിൽ വളരെ ഡാമേജ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയ്ക്ക് ഒരു ഫ്രഷ്നെസ് ഇല്ലാത്ത നോട്ടുകളായിരിക്കും. അപ്പോൾ ഈ പല രാജ്യത്തും 30 വർഷത്തിലേറെയായിട്ട് ഈ പറഞ്ഞ കറൻസികൾ പോളിമർ കറൻസീസ് സർക്കുലേഷനിലുണ്ട്. അത് നേരത്തെ ചെയ്തൊരു വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ രാജ്യങ്ങളാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതെന്നുള്ളത്. അപ്പം ഈ രാജ്യങ്ങളിലൊക്കെ തന്നെ ആ കറൻസികളിലൊക്കെ തന്നെ ലൈഫ് സ്പാൻ വളരെ കൂടുതലായിട്ടാണ് കാണുന്നത്. പേപ്പർ കറൻസിയേക്കാളും 2 മടങ്ങ് മുതൽ 4 മടങ്ങ് വരെ പേപ്പർ കറൻസിയേക്കാളും ഈ ലൈഫ് സ്പാൻ അല്ലെങ്കിൽ ആ ഒരു ജീവിത ദൈർഘ്യം ഈ കറൻസിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഈ ചിലവ് ചുരുക്കാൻ നമുക്ക് സാധിക്കും. ഒരിക്കൽ പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴെപ്പോഴും നമുക്ക് പ്രിൻറ്റ് ചെയ്യേണ്ടി വരത്തില്ല. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഈ സ്പോയിൽഡ് ആയിട്ടുള്ള നോട്ടുകളൊക്കെ തന്നെ നമ്മൾ തിരിച്ചെടുക്കുകയും പിന്നെ അതിന് പകരം കറൻസികൾ പ്രിൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാമെന്നല്ലേ വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള അഫെയറാണ്. കോസ്റ്റ്ലി ആയിട്ട് മീൻസ് ഒരു നമുക്ക് ചിലവുകൾ എപ്പോഴും നമുക്ക് കൂടി അത് ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഒത്തിരി ചിലവുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. രണ്ടാമത്തെ പർപ്പസ് എന്നാൽ അത് നമ്മുടെ എക്കോണമി എക്സ്പാൻഡ് ചെയ്ത് വരികയാണ്. അപ്പോൾ എക്കോണമി എക്സ്പാൻഡ് ചെയ്ത് വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ പറഞ്ഞ കറൻസിയുടെ റിക്വയർമെൻറ്റ്സും കൂടി വരികയാണ്. അപ്പോൾ കൂടുതൽ പേപ്പർ കറൻസി മാത്രം ഇതുപോലെ പ്രിൻറ്റ് ചെയ്ത് സർക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്കത് ഉണ്ടാക്കി വെക്കുന്ന കോസ്റ്റുകളും പിന്നെ ഇതിനകത്തിൽ നിന്നുണ്ടാകുന്ന ഡാമേജും ഒക്കെ തന്നെ നമുക്കത് ഭയങ്കരമായിട്ടുള്ള നമ്മളെപ്പോഴും അഡ്വാൻസ്ഡ് ആകുമ്പോൾ എല്ലാ മേഖലകളിലും നമ്മൾ അഡ്വാൻസ്ഡ് ആകേണ്ട ആവശ്യമുണ്ട്. നമുക്ക് ഒരു മേഖല മാത്രമല്ല അഡ്വാൻസ്ഡ് ആകേണ്ടത്, എല്ലാ മേഖലയിലും ഒരു ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റും അല്ലെങ്കിൽ ഈ പറഞ്ഞ സിസ്റ്റം അഡ്വാൻസ്മെൻറ്റും ഒക്കെ തന്നെ എല്ലാ മേഖലകളിലും ഉണ്ടാകേണ്ടതാണ്. അപ്പോൾ അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് നമുക്ക് ഈ കറൻസിയുടെ പ്രിൻറ്റിങ്ങും സർക്കുലേഷനും അല്ലെങ്കിൽ അതിൻ്റെ മാനേജ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ആ ഒരു മേഖലയിലും ഈ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നമുക്ക് സംവിധാനങ്ങളും രീതികളൊക്കെ തന്നെ നേടിയെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ എക്കോണമി എക്സ്പാൻഡ് ചെയ്യുന്നതനുസരിച്ച് കറൻസിയുടെ റിക്വയർമെൻറ്റ്സും ഡിമാൻഡും ഒക്കെ തന്നെ കൂടി വരികയാണ്. അപ്പോൾ അതിനെയും ബേസ് ചെയ്തുകൊണ്ടാണ് ഈ പറഞ്ഞ RBI അല്ലെങ്കിൽ ഗവൺമെൻറ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വന്നിട്ടുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു പൈലറ്റ് പ്രോജക്റ്റാണെന്ന് നമ്മൾ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു എക്സ്പെരിമെൻ്റൽ പ്രോജക്റ്റാണിത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത് ടെസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് ഇത് പെർഫോം ചെയ്യുന്നത്, നമ്മുടെ ഇന്ത്യൻ എക്കോണമിയിൽ അത് എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളതിനെയൊക്കെ ആശ്രയിച്ചിരിക്കും. അതുപോലെ തന്നെ ഈ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ തന്നെ പുതിയതായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫ്രാസ്ട്രക്ചറൊക്കെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ നമുക്കറിയാം പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ഗ്രാജുവലായിട്ട് മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് അവർ ആദ്യം 10-ൻ്റെ 20-ൻ്റെ നോട്ടുകൾ മാത്രം കറൻസി ഡിനോമിനേഷൻ മാത്രം തിരഞ്ഞെടുത്തത്. ഏറ്റവും കൂടുതൽ സർക്കുലേറ്റ് ചെയ്യുന്നതും ഒക്കെ ആയതുകൊണ്ടും ഈ 2 ചെറിയ ഡിനോമിനേഷനുള്ള കറൻസിയുടെ കാര്യത്തിലാണ് അവരിപ്പോൾ ഈ ഒരു എക്സ്പെരിമെൻ്റ് നടത്തുന്നത്. അപ്പോൾ ഇത് വിജയകരമാകുകയാണെങ്കിൽ ഇതെങ്ങനെ ടെസ്റ്റ് ചെയ്തിട്ട് അതിനകത്തിൽ ഉള്ള ഈ പ്രോസും കോൺസും എന്നുവെച്ചാൽ നമുക്ക് അനുകൂലവും പ്രതികൂലമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പിന്നീട് അവർ സ്കെയിലപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടി വരുന്നോ എന്നൊക്കെയുള്ള മനസ്സിലാകുമല്ലോ. അപ്പോൾ സിസ്റ്റം എങ്ങനെ ഡിവൈസ് ചെയ്യണം, പുതിയതായിട്ടുള്ള സംവിധാനങ്ങൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കണം, എന്തെങ്കിലും ഇതിനെ നിർത്താൻ പോകുന്നില്ല. തീർച്ചയായിട്ടും ഇതുമായിട്ട് മുന്നോട്ട് നമ്മുടെ രാജ്യത്ത് പോകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമുക്ക് ചെയ്യാനുള്ളത്. അല്ലാതെ 10-20 നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അതിൽ വളരെ കാര്യമായിട്ടുള്ള പ്രയോജനമൊന്നും ഇല്ല എന്ന് കണ്ടു അങ്ങനെ ഒരിക്കലും ഇല്ല. ഇതിനകത്തിൽ ഇത് എക്കോണമിയിൽ ഇത് എങ്ങനെയാണ്, കാരണം നമ്മൾ ആദ്യമായിട്ടൊരു കാര്യം ചെയ്യാണ്ട് തീർച്ചയായിട്ടും അത് എങ്ങനെയാണ് എന്നുള്ളതിനെ മനസ്സിലാക്കി അതിനകത്തിൽ വരുത്തുന്ന മാറ്റങ്ങളൊക്കെ തന്നെ നമ്മൾ പിന്നീട് വരുത്തി മറ്റ് കറൻസി ഡിനോമിനേഷനിലേക്കും ഇത് വ്യാപിപ്പിക്കുക എന്നുള്ളതാണ് RBI ചെയ്യാൻ പോകുന്നത്. അപ്പോൾ RBIയുടെ പ്ലാസ്റ്റിക് നോട്ട് പ്രോജക്റ്റ് എന്ന് പറഞ്ഞാലേ, അപ്പോൾ ഇത് തീർച്ചയായിട്ടും നമ്മൾ
വളരെ ബുദ്ധിപൂർവ്വം നമ്മൾ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ഒരു ഭൗതികമായിട്ടുള്ളൊരു എന്താണ് ഒരു ശ്രമം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇതിനൊരു ഗ്ലോബൽ ടെൻഡർ നമ്മൾ കൊണ്ടിട്ടുണ്ട്. ഈ ഗ്ലോബൽ ടെൻഡർ എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ഈ കറൻസി പ്രിൻറ്റിംഗ് സബ്സിഡറി ഉണ്ട് RBIയുടെ എന്നല്ല. അതെന്ന് പറഞ്ഞാൽ ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട്സ് മുദ്രാൻ പ്രൈവറ്റ് ലിമിറ്റഡാണ്. RBIയുടെ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. പ്രൈവറ്റ് ലിമിറ്റഡ് ആകുമ്പോൾ പ്രൈവറ്റ് കമ്പനി ആയിരിക്കും തീർച്ചയായിട്ടും. RBIയുടെ സബ്സിഡറി ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. കറൻസി പ്രിൻറ്റിംഗ് സബ്സിഡറിയാണ്. അപ്പം അവരോട് പറഞ്ഞിട്ടുണ്ട് ഈ ഗ്ലോബൽ ലോകത്തു നിന്നവരുടെ ഈ പറഞ്ഞ ഗ്ലോബൽ ടെൻഡർ വിളിക്കാൻ വേണ്ടി ഇന്ത്യക്ക് വെളിയിൽ നിന്ന് ഇത് സപ്ലൈ ചെയ്യാൻ വേണ്ടി. അത് പോളിമർ സബ്സ്ട്രേറ്റ് ഷീറ്റ്, കറൻസി പ്രിൻറ്റ് ചെയ്യാനല്ല, ഇതിനുള്ള റോ മെറ്റീരിയൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇതിൻ്റെ അസംസ്കൃത പദാർത്ഥമായിട്ടുള്ള പോളിമർ സബ്സ്ട്രേറ്റ് ഷീറ്റ്, അഡ്വാൻസ്ഡ് സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഈ പറഞ്ഞ പോളിമർ സബ്സ്ട്രേറ്റ് ഷീറ്റ് എന്ന് പറയും. അപ്പോൾ അത് നമ്മുടെ ഈ പ്ലാസ്റ്റിക് കറൻസിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ആയതുകൊണ്ട് അതിനു വേണ്ടിയുള്ള ടെൻഡർ എടുക്കാൻ വേണ്ടി ഈ പറഞ്ഞ ഈ ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് മുദ്രാൻ പ്രൈവറ്റ് ലിമിറ്റഡിനോട് പറഞ്ഞിട്ടുണ്ട് RBI. അപ്പോൾ ഈ പറഞ്ഞ ഗ്ലോബൽ ടെൻഡർ നമ്മൾ എടുക്കുമ്പോൾ അതിനകത്തിൽ ചൈനയും പാകിസ്ഥാനും ഒക്കെ ഉണ്ട് എന്നുള്ള കാര്യം കൂടെ നമ്മൾ ഓർക്കുന്നതല്ലായിരിക്കും. നമ്മൾ ഈ സോയിൽഡ് കറൻസി എന്ന് പറയും. സോയിൽഡ് കറൻസി എന്ന് പറഞ്ഞാൽ ഈ മോശമായ കറൻസികൾ. നമ്മൾ ഒത്തിരി കറൻസികളാണ് കണ്ടിട്ടുണ്ടായിരിക്കും ചീത്തയായിട്ടുള്ള, മുറിഞ്ഞതും കിഴുത്ത വീണതും അഴുക്ക് പുരണ്ടതായിട്ടുള്ള, നിയർലി നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത ഒത്തിരി നോട്ടുകൾ ഇന്ത്യൻ എക്കോണമിയിലുണ്ട്. അപ്പോൾ ഇന്ത്യ ഈ ഏകദേശം 50 ട്രില്യൺ റുപ്പിക്ക് തുല്യമായിട്ടുള്ള ഈ സോയിൽഡ് കറൻസി കഴിഞ്ഞൊരു ദശാബ്ദത്തിനുള്ളിൽ ഇന്ത്യ വിത്ഡ്രോ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് മാർക്കറ്റിൽ, എക്കോണമിയിൽ നിന്നും. അപ്പോൾ അതിൻ്റെ ആളൊന്ന് ആലോചിച്ച് നോക്കുക, ഇന്ത്യൻ എക്കോണമിയിൽ എത്രത്തോളം ഇത് ഈ മോശം കറൻസികളുടെ അളവുകൾ എത്രത്തോളം. 50 ട്രില്യൺ റുപ്പിക്ക് തുല്യമായിട്ടുള്ള, ഒന്നും രണ്ടൊന്നുമില്ല, 50 ട്രില്യൺ കഴിഞ്ഞൊരു ദശാബ്ദ കാലത്തെ കണക്കാണ് പറയുന്നത്. അപ്പോൾ ഏകദേശം ഒരു വർഷം ആവറേജ് 5 ട്രില്യൺ റുപ്പിയുടെ സോയിൽഡ് കറൻസി, സ്പോയിൽഡ് കറൻസി, ഡാമേജ് ആയിട്ടുള്ള കറൻസി വിത്ഡ്രോ ചെയ്തിട്ടുണ്ട് ഇന്ത്യ എക്കോണമിയിൽ നിന്ന്, മാർക്കറ്റിൽ നിന്നും RBI. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഈ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് കറൻസിയിലൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടി ഓരോ വർഷം നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന 5000 കോടി രൂപയ്ക്ക് അടുത്തോളം അല്ലെങ്കിൽ 5000 കോടിക്ക് മുകളിലായിട്ട് വരുമെന്നാണ് RBI പറയുന്നത്. അപ്പം ഫൈനാൻഷ്യൽ ഇയർ 2017 മുതൽ RBI 100 ഫ്രഷ് നോട്ട് ഇറക്കുമ്പോൾ അതിൽ 71 എണ്ണവും സോയിൽഡ് നോട്ടായിട്ട് മാറുകയാണ് എന്നുള്ളതാണ് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 70% മേളിലെ കാര്യമാണ് പറയുന്നത്. അതുകൊണ്ട് കൗണ്ടർ ഫീറ്റ് കറൻസിയും ഇതിൻ്റെ ഒരു ഭാഗം ഇതിനോടൊപ്പം തന്നെ കൂടുന്നുണ്ട്. അത് നമുക്കറിയാം. ഈ കള്ളനോട്ടുകളുടെ വ്യാപനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം രാജ്യത്ത് ഇഷ്ടം പോലെ അത് ഉണ്ട്, എല്ലാ രാജ്യത്തും ഉണ്ട് കള്ളനോട്ട്. പക്ഷേ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് നമ്മൾ എത്രയൊക്കെ സെക്യൂരിറ്റി ഫീച്ചർ ആഡ് ചെയ്യുന്നു, ടെക്നോളജി ഉപയോഗിച്ച് ഇത് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കള്ളനോട്ടിൻ്റെ വ്യാപനവും ഭയങ്കരമായിട്ട് ഒറിജിനലെ വെല്ലുന്ന രീതിയിലുള്ള കള്ളനോട്ടുകളും വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ ഇത് രണ്ടും വലിയൊരു പ്രശ്നമാണ്. ഈ സോയിൽഡ് നോട്ടും പറഞ്ഞാൽ ഡാമേജ്ഡ് ആയിട്ടുള്ള നോട്ടും, ഈ കൗണ്ടർ ഫീറ്റ് അല്ലെങ്കിൽ കള്ളനോട്ടുകളാണല്ലോ. അപ്പോൾ നമ്മൾ ഈ ഗ്ലോബൽ ടെൻഡേഴ്സ് വിളിക്കുന്ന കാര്യം പറഞ്ഞു. ഈ ഗ്ലോബൽ ടെൻഡേഴ്സ് വിളിക്കുമ്പോൾ ചൈനയും പാകിസ്ഥാനും ഒക്കെ നമ്മൾക്ക് വളരെ വേണ്ടപ്പെട്ട രാജ്യങ്ങളായുണ്ട്. തീർച്ചയായിട്ടും ചൈനയും പാകിസ്ഥാനും ഒഴിച്ച് ബാക്കിയുള്ള രാജ്യങ്ങളിൽ നിന്നും ആയിരിക്കണം ഈ പറഞ്ഞ ടെൻഡറുകൾ സ്വീകരിക്കാൻ എന്നുള്ളതാണ് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ചൈനയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നുള്ള ഈ പറഞ്ഞ ഓപ്പറേഷൻസിൽ അവരുടെ ഏതെങ്കിലുമൊക്കെ അവർക്ക് ഇൻവോൾവ്മെൻ്റ് ഉള്ള റോ മെറ്റീരിയൽ സപ്ലൈസിൽ നിന്നും ഈ പറഞ്ഞ ടെൻഡറുകൾ വിളിക്കാനോ അല്ലെങ്കിൽ സ്വീകരിക്കാനോ പാടില്ല. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോളിമർ ബാങ്ക് നോട്ട് സബ്സ്ട്രേറ്റ് സെൻട്രൽ ബാങ്കുകൾക്ക്, ലോകത്തിലെ സെൻട്രൽ ബാങ്കുകൾക്ക് സപ്ലൈ ചെയ്തുള്ള എക്സ്പീരിയൻസ് ഉള്ള കമ്പനികളിൽ നിന്നാകണം ഈ പറഞ്ഞ ടെൻഡറുകൾ സ്വീകരിക്കാനെന്നാണ് പറയുന്നത്. അപ്പോൾ ഇൻ്റർനാഷണൽ RBI പറഞ്ഞിരിക്കുന്നത് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് അനുസരിച്ച് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ സ്റ്റഡീസ് അനുസരിച്ചിട്ട് ഈ പോളിമർ കറൻസിക്ക് പേപ്പർ കറൻസിയേക്കാളും ലൈഫ് സ്പാനുണ്ട്, ജീവിത ദൈർഘ്യമുണ്ട്. നമ്മുടെ രാജ്യത്ത് ഇതൊരു പ്രിലിമിനറി സ്റ്റേജാണ്, തുടക്കമാണല്ലോ. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്കതിനകത്തിൽ കൃത്യമായിട്ട് ഇതിൻ്റെ ഗുണങ്ങൾ ദോഷങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കും, അല്ലെങ്കിൽ അത് നമുക്ക് നൽകാൻ പോകുന്ന അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ എന്തായിരിക്കും എന്നുള്ളത് നമുക്കറിയത്തില്ല. അപ്പോൾ ഇത് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഏതൊരു പ്രോഗ്രാം ആയാലും അങ്ങനെ തന്നെയാണല്ലോ. പ്രത്യേകിച്ച് ഇതുപോലെ ക്രിട്ടിക്കലായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് പ്രായോഗിക തലത്തിൽ നേരിട്ട് കണ്ടറിഞ്ഞാൽ മാത്രമേ അത് ഉണ്ടാക്കാൻ പോകുന്ന പ്രോസ് ആൻഡ് കോൺസ് എന്ന് പറയും, പ്രതികൂലവും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളതായിരിക്കും. അപ്പോൾ ഇതിനകത്തിൽ ഈ പ്ലാസ്റ്റിക്
നോട്ട്സിൻ്റെ ചില അഡ്വാൻറ്റേജ് ഒന്ന് ഡ്യൂറബിലിറ്റിയാണ്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ തന്നെ. പിന്നെ അതിൻ്റെ സ്ട്രോങ് സെക്യൂരിറ്റി ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ അതിനെ ഫേക്ക് ചെയ്ത് കൗണ്ടർ ഫിറ്റ് കറൻസീസ് പേപ്പർ നോട്ട് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല തീർച്ചയായിട്ടും അതിന്. അതുപോലെ തന്നെ ഈ പറഞ്ഞ ലോവർ റിസ്ക് ഓഫ് കൗണ്ടർ ഫീറ്റ് ചെയ്യാൻ സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് ഇതിൻ്റെ ലൈഫ് ടൈം കോസ്റ്റ്, അതുപോലെ സ്മോൾ കാർബൺ ഫുട് പ്രിൻറ്റ്സ് എന്ന് പറയുമ്പം ഉണ്ടാക്കുന്ന എന്താ പറയുന്നത് പൊല്യൂഷൻ്റെ കാര്യമായിരിക്കും ചിലപ്പോൾ അതല്ല പേപ്പറായുണ്ട്. അപ്പം ഈ ഡ്യൂറബിലിറ്റി, പിന്നെ ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പേപ്പർ കറൻസി വീണ്ടും നമുക്ക് എപ്പോഴും നമുക്കിത് പ്രിൻറ്റ് ചെയ്യുകയും സർക്കുലേറ്റ് ചെയ്യാൻ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനോട് അസോസിയേറ്റഡുള്ള കോസ്റ്റുകൾ നമ്മൾ നേരത്തെ പറഞ്ഞാൽ 5,000 കോടിയോളം രൂപ ഓരോ വർഷവും നമുക്ക് ഇതിൻ്റെ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ആഡ് ചെയ്യാൻ വേണ്ടി. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു കറൻസി പ്രിൻറ്റ് ചെയ്ത് മാർക്കറ്റ് എക്കോണമിയിലേക്ക് സപ്ലൈ ചെയ്യുമ്പോൾ, അപ്പോൾ അതിനെ കൗണ്ടർ ഫീറ്റ് ചെയ്യുമ്പോൾ ഗവൺമെൻറ്റിന് അതുമായിട്ട് ആ സെക്യൂരിറ്റി ഫീച്ചറോടെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ മറ്റൊരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സെക്യൂരിറ്റി ഫീച്ചർ ആഡ് ചെയ്യാൻ ഗവൺമെൻറ് പിന്നെ എന്താ പറയുന്നത് ഗവൺമെൻറ്റിന് ഉത്തരവാദിത്തമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള അഡ്വാൻസ്ഡ് സെക്യൂരിറ്റി ഫീച്ചേഴ്സ് നമുക്ക് സ്ഥിരമായിട്ട് ഇങ്ങനെ ആഡ് ചെയ്യേണ്ടി വരുമ്പോൾ അത് ഉണ്ടാക്കി വെക്കുന്ന കോസ്റ്റ്, പ്രിൻറ്റിങ് കോസ്റ്റ്, സർക്കുലേഷൻ കോസ്റ്റ് എല്ലാം തന്നെ വളരെ കൂടുതലാണ്. പേപ്പർ കറൻസിക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കുറവായതുകൊണ്ട്, പൂർണ്ണമായിട്ടും ഇല്ലെന്ന് പറയാനില്ല, കുറവായതുകൊണ്ട് മിനിമൈസ് ചെയ്യാൻ സാധിക്കുന്നതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ മേഖലകളിലൊക്കെ തന്നെ നമുക്ക് എന്താണ് പറയുന്നത് ഈ കോസ്റ്റ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ചിലവ് ചുരുക്കൽ, അത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് വലിയൊരു എന്താണ് പറയുന്നത് പ്രയോജനകരമായിട്ടുള്ള കാര്യമാണല്ലോ. കാരണം ഒരുപക്ഷെ 5,000 കോടി അല്ലെങ്കിൽ ഇനിയും കൂടുതൽ എക്കോണമി എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കറൻസിയുടെ ക്വാണ്ടിറ്റി നമുക്ക് കൂട്ടേണ്ടി വരും. അപ്പോൾ കറൻസിയുടെ ക്വാണ്ടിറ്റി കൂടുമ്പോൾ ഈ പറഞ്ഞ കോസ്റ്റും അതിനനുസരിച്ച് പ്രൊപ്പോർഷനായിട്ട് കൂടും. അപ്പോൾ അതൊക്കെ നമ്മുടെ രാജ്യത്തിന് ഉണ്ടാക്കി വെക്കുന്ന പിന്നെ വേസ്റ്റ് അല്ലെങ്കിൽ ഒരു അധിക ചിലവൊക്കെ തന്നെ വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്കൊരു മെച്ചപ്പെട്ട എക്കോണമിയായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ തടസ്സം നിൽക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഇപ്പോൾ ഗ്ലോബലി നമ്മൾ പല രാജ്യങ്ങളും ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അഡ്വാൻസ് രാജ്യങ്ങളൊക്കെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മളെക്കാളിലും വളരെ പുറകിൽ നിൽക്കുന്ന രാജ്യങ്ങളൊക്കെ തന്നെ നേരത്തെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ വീഡിയോനകത്ത് ചെയ്തതാണ്. അപ്പോൾ അതിനകത്ത് പല രാജ്യങ്ങളിലെ പേര് ഞാൻ പരാമർശിച്ചിട്ടുണ്ട്. ഏതൊക്കെ രാജ്യങ്ങളാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ചൈനയും ഒക്കെ തന്നെ ഉണ്ട് അതിനകത്ത്. അപ്പം ഗ്ലോബലി നമ്മൾ നോക്കുമ്പോൾ ഈ പേപ്പർ കറൻസിയേക്കാളിൽ ലൈഫ് സ്പാൻ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അത് പറയുന്നത് ഏകദേശം 2 മുതൽ 4 മടങ്ങ് വരെയാണ്. 2.5 ടൈംസ് ലോങ് എന്നാണ് പറയുന്നത്. 2 മുതൽ 4 മടങ്ങ് വരെ ആകാം. UK സ്റ്റഡി അനുസരിച്ചിട്ട് പോളിമർ ഒരു 5 പൗണ്ട് പോളിമർ നോട്ടിൻ്റെ ലൈഫ് സ്പാന് 1.9 വർഷം മുതൽ 4.8 വർഷം വരെ ഇൻക്രീസ് ചെയ്തെന്നാണ് സ്റ്റഡി പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ലൈഫ് സ്പാൻ കൂടുതലാണ് പേപ്പർ കറൻസിയേക്കാളിലും. അപ്പോൾ അത് ഉണ്ടാക്കി തരുന്ന അഡ്വാൻറ്റേജസും നമുക്ക് ബെനഫിറ്റ്സ് നമുക്ക് തീർച്ചയായിട്ടും സ്വീകാര്യമാണ് എന്നുള്ളതാണ്. കാനഡയുടെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ അവരുടെ ഈ പോളിമർ കറൻസിയുമായിട്ടുള്ള അവരുടെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുമ്പം 4 മടങ്ങ് വർദ്ധിച്ചു എന്നാണ് പറയുന്നത്. അതായത് പേപ്പർ കറൻസിയേക്കാളിലും ഈ പോളിമർ കറൻസിയുടെ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കറൻസിയുടെ ലൈഫ് സ്പാൻ. അപ്പോൾ എല്ലാ രാജ്യത്തും തീർച്ചയായിട്ടും ഇത് പ്രയോജനകരമായ രീതിയിലാണ് അവർക്കത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അതുപോലെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ റിപ്പോർട്ട് അനുസരിച്ചിട്ട് പല റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് അവരുടെ സ്റ്റഡിയും റിപ്പോർട്ടുകളൊക്കെ അനുസരിച്ചിട്ട് ഈ പേപ്പർ കറൻസി അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കറൻസി ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം കള്ളനോട്ടെന്ന് പറയുന്ന കൗണ്ടർ ഫീറ്റ് കറൻസിയുടെ പിന്നെ ഒരു എന്താണ് പറയുന്നത് പ്രസൻസ് വളരെയധികം കുറഞ്ഞിട്ടുണ്ടെന്നാണ് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് തന്നെ പറയുന്നത്. ലോകത്തിലെ ഏറ്റവും നമ്പർ 1 ആയിട്ടുള്ള സെൻട്രൽ ബാങ്കാണല്ലോ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ സ്റ്റഡീസും റിപ്പോർട്ടും ഒക്കെ തന്നെ പറയുന്നത് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യയിൽ ഇങ്ങനൊരു സംവിധാനം നേരത്തെ തന്നെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതായിരുന്നു. വളരെയധികം ലേറ്റായിപ്പോയി. അപ്പോൾ എന്തായാലും നമുക്ക് തീർച്ചയായിട്ടും അടുത്ത ഫിനാൻഷ്യൽ ഇയർ അല്ലെങ്കിൽ സാമ്പത്തിക വർഷം മുതൽ ഈ ഒരു പൈലറ്റ് പ്രോഗ്രാം ഗവൺമെൻറ്റും RBIയും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പ്രായോഗിക തലത്തിൽ വരുന്നതിന് ശേഷം മാത്രം അതുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ടുകളും സ്റ്റഡിയൊക്കെ നമുക്ക് അറിയുന്നതോടുകൂടി നമുക്കിതിൻ്റെ പ്രയോജനം ഇന്ത്യൻ എക്കോണമിയിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തൽക്കാലം നമുക്ക് ഇത്രയാണ് ഈ ഒരു സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ചില ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനുള്ളത്. മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ.